ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെയൊക്കെ നല്ല കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മഴ കാണും, ഇതേപോലെ കാറ്റുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ല കാറ്റാണ് കേട്ടോ. കാറ്റിൻ്റെ ഒരു ശബ്ദം വേറെ ലെവലാണ് ഇവിടെ. കേൾക്കുന്നില്ലേ കാറ്റിൻ്റെ ശബ്ദം? ഈ ഒരു കാറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പേടിയൊക്കെ ആയി തുടങ്ങും കേട്ടോ. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പേടിയായി തുടങ്ങും കേട്ടോ, ഇങ്ങനെ കാറ്റും മഴയൊക്കെ നിൽക്കുമ്പോൾ. രാവിലെ ഇപ്പം നമ്മൾ അടുക്കളയിലേക്ക് വെച്ച് ഒരു കാര്യങ്ങളും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. രാവിലെ നമുക്ക് കറണ്ടൊന്നും ഇല്ലായിരുന്നു, പിന്നെ വെട്ടമില്ലാതെ അങ്ങനെ പിടിച്ചാലും വലിയൊരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തേക്കിന് വേണ്ടിയിട്ട് ചോറും ഉണ്ടാക്കി. പിന്നെ മോരുകറി ഉണ്ടോ, ഇന്നലെ വെച്ചതാണേ. ഓറഞ്ച് കളറിൽ. പിന്നെ രാവിലെ വെച്ചാണ് കേട്ടോ പയറ് മെഴുക്ക് വരട്ടി ഉണ്ട്. ഇന്നലെ പച്ചക്കറി വേണ്ടി വന്നപ്പോൾ മേടിച്ചാണ് കേട്ടോ. നല്ല പയറായിരുന്നു. പിന്നെ പയറ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം ഇതൊക്കെ മതിയല്ലോ. പിന്നെ രാവിലെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയത്. ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. മുറ്റത്ത് നിറച്ച് ചപ്പും ചവറും ഒക്കെ ആയിരുന്നു. പിന്നെ അത് അടിച്ച് കളഞ്ഞൊരു വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. രാവിലെ മഴ കാരണം അങ്ങനെ അടിക്കാനും പറ്റിയില്ല. പിന്നെ നമുക്ക് എന്തായാലും ഫ്രണ്ട് മുറ്റം അടിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ. ഇത് നമ്മുടെ പറമ്പിലെ കരികൾ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പിലെ കരികൾ വരെ നമ്മുടെ മുറ്റത്തുണ്ട്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു കാറ്റ് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം അടിച്ചിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു കാറ്റ് വീശി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന വശത്തെ ആ കരികൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറന്നു വരും കേട്ടോ. എങ്കിലും നമുക്ക് അടിച്ചില്ലെങ്കിൽ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നതുകൊണ്ടാണ് നമുക്ക് അടിച്ചിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം നമുക്ക് കടയുടെ ഫ്രണ്ടൊക്കെ അങ്ങ് അടിച്ചിടുകയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. നമുക്ക് പിന്നെ പെട്ടെന്ന് മഴ വന്നാലും അപ്പുറത്തെ എപ്പോഴേലും ഒക്കെ ഒന്ന് അടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കാണുന്നത്. പിന്നെ ആദ്യക്കുട്ടനാണെങ്കിൽ ഒരു ഇരിക്കപ്രതി ഇല്ലാതെ എൻ്റെ പുറകെ ഓടി ഓടി നടക്കുകയാണ് കേട്ടോ. കാറ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, ജലദോഷമായതുകൊണ്ട് കയറി പോകാനൊക്കെ പറഞ്ഞ് കയറ്റി വിട്ടതാണ് കേട്ടോ. എങ്കിലും ആളവിടെ അങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. വീണ്ടും ഇതിലേക്കൂടെ ആണെങ്കിലും ഇറങ്ങി നടക്കുകയെ. അങ്ങനെ ഒരുമാതിരി മിറ്റുമൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാറ്റ് കണ്ടില്ലേ, എന്തൊരു കാറ്റാന്ന് നോക്കി. ആ കാറ്റത്ത് വരുന്ന കരികൾ നമ്മൾ അടിച്ച് കൂട്ടി വെച്ചേക്കുന്നിടത്തുനിന്ന് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരും കേട്ടോ. ഈ മിറ്റിലേക്കൂടെ ഒക്കെ ഇത്തിരി പാടാണ് അടിക്കാനായിട്ട്. അങ്ങനെ മിറ്റം അടിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് പണിയോടെ. മുറ്റോടിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കിനും നമുക്ക് ആദ്യക്കൊണ്ട് കുറച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം, ഇങ്ങനെ ആദ്യക്കൊണ്ട് പറഞ്ഞും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവന് പഠിക്കണമെന്ന് പറഞ്ഞാൽ വരുമ്പോൾ മാത്രമേ അവൻ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആൾ പിന്നെ ഇരിക്കുകയില്ല. അങ്ങനെ ആദ്യക്കൊണ്ട് കുറച്ച് നേരം ഇരുന്നങ്ങ് പറഞ്ഞു കൊടുത്തു കേട്ടോ. കേരളം എന്നൊരു നാട്, കേരളം തിന്നും നാട്, കാടും മേടും പൂത്തുശിരിക്കും കേരളം എന്നൊരു നാട്, കുയിലും നാട്, മയിലുകളാടും നാട്, മാനും മയിലും തുള്ളി നടക്കും കേരളം എന്നുള്ള നാട്, മാവേലി വളരുന്നോട്, പൂളി ഉയരും നാട്, പുതുമഴ പെയ്യും നാട്, ദൈവത്തെ നാട്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അടുപ്പിൽ തീ കൂടെ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുപ്പിലൊന്നും വയ്ക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ അടുക്കള തന്നെ എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിൽ അത്യാവശ്യം ചക്ക വറുക്കോ ഇല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും വറുത്തെടുക്കുന്ന കാര്യങ്ങളോ ഇല്ലെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരുപാട് വേവുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് വേവിക്കുകയുള്ളൂ കേട്ടോ. അരിയൊക്കെ ആണെങ്കിൽ റൈസ് കുക്കറിൽ അങ്ങനെ തിളപ്പിച്ച് ചെയ്യാറ്. അപ്പോൾ അടുപ്പിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ പുറത്ത് അടുപ്പിങ്ങനെ കൂട്ടിയേക്കുന്നത്. പിന്നെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുളിയും കൂടെ ഉണങ്ങിയെടുക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട്, ഉണ്ടോ, നല്ല പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയെടുക്കണം. നമ്മുടെ പുളിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ല പുളിയാണല്ലോ, കളയാനും തോന്നില്ല. പുളിക്കാണെങ്കിൽ അത്യാവശ്യം പുക കൊള്ളണം കേട്ടോ. പുക ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണങ്ങി കിട്ടുകയുള്ളേ. ഉണങ്ങിയല്ല, നല്ല കറുത്ത നിറത്തിൽ. പുളിയുടെ നിറം എപ്പോഴും കറുപ്പാണല്ലോ. ആ കറുത്ത നിറത്തിൽ വരണമെങ്കിൽ ഇത്തിരി പുകയൊക്കെ കൊള്ളിച്ച് അങ്ങനെ വെക്കണം കേട്ടോ. അതിനായിട്ടാണ് തീ കൂട്ടിയത്. നമുക്ക് തന്നെ ഉള്ള പുളിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വിഷാംശമൊന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നല്ലതല്ലേ. അപ്പോൾ പിന്നെ കളയാനും തോന്നില്ല കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് ഇത് ഉണങ്ങിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഉണങ്ങിയെടുക്കുക കേട്ടോ. പിന്നെ അമ്മ കുറച്ച് വിറകൊക്കെ കീറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പുകച്ചെടുക്കാനായിട്ടാട്ടോ. അപ്പോൾ പുകയൊക്കെ നന്നായിട്ട് പുളിക്ക് കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെ പുളി കുറച്ച് പുകയൊക്കെ കൊണ്ടിട്ട് പിന്നെ 2-3 ദിവസം വെയിലത്തൊക്കെ വെച്ചാലും നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് നമുക്ക് മഴയാണ്.
ഒരുപാട് വലിയ മഴയൊന്നും ഇല്ലെങ്കിലും കാറ്റും മഴയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുളി ഉണങ്ങി കിട്ടാൻ പുറത്ത് വെച്ചിട്ട് പ്രയാസമാണ്. നമുക്കിങ്ങനെ അടുപ്പിൽ തീ കൂട്ടി തന്നെ ഉണങ്ങണം. അതിനായിട്ട് ഇതാ പുളിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പിലും തീ കൂട്ടി അങ്ങനെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് കടയിലേക്ക് വന്ന കേട്ടോ. അപ്പോഴത്തേക്കിന് ഏട്ടൻ കുറച്ച് ബേക്കറിയും കുറച്ച് ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് എടുത്ത് വെച്ചതെന്ന്. ഇന്ന് വന്ന ഐറ്റം കേട്ടോ. അടിപൊളിയായിട്ടിരിക്കുന്ന ഈ അടുക്കി വെച്ചേക്കുന്ന എല്ലാം ഇന്ന് വന്നതാണേ. ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ആശീർവാദിൻ്റെ ആട്ടാപ്പൊടി കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ നല്ല സൂപ്പർ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു, നല്ലതാണ് കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബേക്കറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഇന്നത്തെ ബേക്കറികളൊക്കെ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ അടുത്തുള്ളവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരെ ആദി സ്റ്റോഴ്സിലേക്ക് വന്നാൽ മതി കേട്ടോ. എവിടെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമിയംഗളം പള്ളിക്കടുത്തുള്ള ആദി സ്റ്റോഴ്സ് ആണ് കേട്ടോ. അവിടേക്ക് വന്നാൽ മതി. അടിപൊളിയായിട്ടെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അതിന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചക്കയുടെ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. നമുക്ക് ചക്ക പുഴുങ്ങാനായിട്ട് പോയി ചക്ക ഇട്ട് നോക്കിയതാണ്. പക്ഷേ അത് പഴുത്തിട്ടുണ്ടായിരുന്നു, നല്ല കൂഴപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് വെച്ചിട്ട് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അരിപ്പൊടിക്കകത്തേക്ക് ഇത്തിരി തേങ്ങാക്കൊത്തും അതുപോലെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി തേങ്ങാക്കൊത്ത് അങ്ങനെ നിൽക്കുന്നത് കടിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്തായിട്ടും തേങ്ങ ചിരകിയതായിട്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി അധികം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂഴപ്പഴമായിരുന്നു, അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇത്തിരി ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ കുഴച്ച് മാവൊക്കെ ആക്കിയിട്ട് നമ്മളിതാ കുമ്പിൾ കുത്തി വയ്ക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇടനേലി എടുക്കണമെങ്കിൽ അങ്ങ് താഴെ പറമ്പിൽ പോകണം. ഈ മഴയത്തൊക്കെ ഇറങ്ങി പോകാൻ ഇത്തിരി പാടുള്ളതുകൊണ്ടേ നമ്മൾ ഇവിടെ നിൽക്കുന്ന കൊക്കോയുടെ ഇല വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കൊക്കോയുടെ ഇലയ്ക്കകത്താണ് കേട്ടോ നമ്മുടെ ചക്കയുടെ ഉണ്ടാക്കുന്നത്. ചക്കയുടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിനി കടയിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് കടയിലും ഇത്തിരിയൊക്കെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മൾ ഏകദേശം പണിയൊക്കെ തീർത്തിട്ട് ആ കടയിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇപ്പോൾ നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ പുറത്തുനിന്ന് നല്ല മഴ ഇങ്ങനെ നടക്കുകയാണേ. നേരത്തെ നല്ല കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ തൂളിക്കോടെ നിൽക്കാം കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നല്ല മഴ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞാണ്. ഇപ്പോൾ ഒരുമാതിരി നല്ല കാറ്റും ചെറുതായിട്ട് തൂളിക്കൊണ്ട് നിൽക്കുകയാണേ. മുമ്പുണ്ടല്ലോ നമ്മളൊരു ലൈഫ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മാസമൊക്കെ ആയി കാണും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇടാമെന്ന്. പക്ഷേ അത് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇടണമെങ്കിലേ നമുക്ക് കുറച്ചൊരു അരമുക്കാൽ മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നമുക്കത് വേണം കേട്ടോ. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അരമണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വരുമ്പോഴത്തേക്കിനും 2 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് സമയമൊക്കെ വേണം. ഇപ്പം നമുക്ക് കടയും വീടും എല്ലാം കൂടി ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അതിനുള്ള സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട് കേട്ടോ അത് ഇടാത്തത്. പിന്നെ നമ്മുടെ ആദിക്കുട്ടിനൊക്കെ ജലദോഷമായിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ. ആദിക്കുട്ടിനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും നടക്കത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലേ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മളത് മറന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ അത് ചെയ്യാതിരുന്നത്. ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് പരമാവധി അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് ലൈഫ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഇടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് നമ്മളുടെ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഒരു പ്രചോദനം. അപ്പോൾ ഇനിയും ഇതേപോലെ തുടർന്നുള്ള കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കണ്ട് നിർത്തിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.